എല്ലാവർക്കും നമസ്കാരം. എക്സ്ട്രാ കാർസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ടൊയോട്ടയുടെ എക്കാലത്തെയും മികച്ച മോഡലായ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതുമായ, ഏറ്റവും ജനശ്രദ്ധ നേടിയ മോഡലായ ടൊയോട്ടയുടെ ക്രിസ്റ്റ മോഡൽ. അതുപോലെ വാഹനത്തിന്റെ മറ്റു വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ വിശേഷം നോക്കുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ ക്രിസ്റ്റയുടെ ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോണറ്റ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മാച്ചായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അതിന്റെ LED ഹെഡ്ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിൽ തന്നെ നമുക്ക് ഒരു ക്രോം സൈഡ് സ്ട്രിപ്പിൽ ഒരു ക്രോം വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഓവറോൾ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ വാഹനത്തിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 100% മാർക്ക് കൊടുക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ക്രിസ്റ്റ. പിൻവിശേഷം നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അതുപോലെ നമുക്ക് റിയർ D4 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ വൈപ്പേഴ്സ് യൂണിറ്റ് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ട് നമുക്ക് സ്പോയിലറിലായിട്ട്. ഷാർഫിൻ ആന്റിനാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ ടെയിൽ ലാംപ്സും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ക്രിസ്റ്റയുടെ ബാഡ്ജിങ് കാണാം, ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ Z 2.4 ഇതിൻ്റെ ബാഡ്ജിങ് നമുക്ക് റിയർ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്യാമറ വരുന്നുണ്ട്, റിയർ ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം 4 to 5 മെമ്പേഴ്സേ ഉള്ളെങ്കിൽ നമുക്ക് റിയർ സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് നമുക്ക് ലഗേജ് സ്പേസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓവറോൾ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ തന്നെയാണെന്ന് 100% മാർക്ക് കൊടുക്കാവുന്ന ഒരു മോഡൽ കൂടിയാണ് ക്രിസ്റ്റ. വാഹനത്തിന്റെ സൈഡ് വിശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ ടയേഴ്സ് തന്നെയാണ്. നാല് ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ വിത്ത് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്രോം സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കാണാം. കിലെസ് എൻട്രി ഒക്കെ വരുന്നുണ്ട് വാഹനത്തിന്. അതുപോലെ നമുക്ക് ഓവറോൾ സൈഡ് ലുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വാഹനത്തിന്റെ ആ ഒരു 7 സീറ്റർ വാഹനത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തറിയാൻ പറ്റുന്നത് ക്രിസ്റ്റയുടെ സൈഡ് വ്യൂ തന്നെയാണ്. എപ്പോഴും ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒരു വലിയ ഫാമിലിക്ക് തന്നെ എപ്പോഴും റൈഡ് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിള് മാർക്കറ്റിൽ നമുക്ക് വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അത് ക്രിസ്റ്റ തന്നെയാണ്. യെസ്, അപ്പം നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയറിലൂടെ നമുക്ക് നോക്കാം. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. 100% മാർക്ക് കൊടുക്കാവുന്ന ഒരു ഇന്റീരിയറാണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് അതിൻ്റെ എടുത്ത് പറയേണ്ടത് നമുക്ക് ക്ലസ്റ്റർ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് യൂണിറ്റുകൾ നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ ഡോർ ഹാൻഡിൽസൊക്കെ നോക്കുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ക്രോം ഡിസൈൻസ് വരുന്നുണ്ട്. നമുക്ക് ഡോറ് തുറക്കുന്നിടത്ത് തന്നെ ഒരു ക്രോം യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. ഓൾ ഫോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഫോൾഡബിൾ മിററാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഓവറോൾ ഇൻറ്റീരിയർ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഇപ്പോൾ ലെതറൊക്കെ നോക്കുകയാണെങ്കിലും വളരെ നല്ല ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. നമുക്ക് എല്ലാം വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെയാണ് ടൊയോട്ട നൽകിയിരിക്കുന്നത്. കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ നമുക്ക് ഡോറിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2021 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 66,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ നിങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇന്ന് അവതരിപ്പിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.